ബ്രിട്ടൻ അധികാരമാറ്റത്തിലേക്ക്. സുനക്കിന് തിരിച്ചടി. തുടക്കം മുതൽ മുന്നേറി ലേബർ പാർട്ടി. ബ്രിട്ടനിൽ ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലേക്കെന്ന സൂചനകൾ നൽകി ആദ്യ ഫലങ്ങൾ. ഫലം പുറത്തുവന്ന 101 സീറ്റിൽ 85ലും ലേബർ പാർട്ടിക്ക് മുന്നേറ്റം. ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലും ലേബർ പാർട്ടിയാണ് വിജയിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. കടൽക്ഷോഭം. ചെല്ലാനത്ത് ഇന്ന് ഹർത്താൽ. തീരദേശപാത ഉപരോധിക്കുന്നു. ടെട്രാപാഡ് കടൽഭിത്തി വേണമെന്നാവശ്യപ്പെട്ട് കൊച്ചി ചെല്ലാനത്ത് ഇന്ന് ഹർത്താൽ. കടൽക്ഷോഭം രൂക്ഷമായിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കണ്ണമാലിയിൽ റോഡ് ഉപരോധിച്ച് സമരം നടത്തി. പോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാതയാണ് ഉപരോധിക്കുന്നത്. പ്രായമായവർ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത്. തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി. മനുഷ്യരിലേക്ക് പടരാൻ സാധ്യത കുറവാണെന്ന് അധികൃതർ. തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 310 പന്നികളെ കള്ളിങ്ങിന് വിധേയമാക്കും. 14 നമ്പർ വാർഡിലെ കട്ടിലപ്പൂവും ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കള്ളിങ് ചെയ്ത് മറവ് ചെയ്യാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. രാവിലെ 7 മുതൽ ഡോക്ടർമാർ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അറ്റൻഡർമാർ അടങ്ങുന്ന RRT സംഘം കള്ളിങ് പ്രക്രിയ നടപ്പാക്കും. തുടർന്ന് പ്രാഥമിക അണുനശീകരണ നടപടികൾ കൂടി സ്വീകരിക്കും. കോഴിക്കോട് നഗരത്തിൽ ചായക്കടയ്ക്ക് തീപിടിച്ചു. നാശനഷ്ടമുണ്ടായി. മുതലക്കുളത്തെ ചായക്കടയ്ക്കാണ് തീപിടിച്ചത്. ചായക്കട പൂർണ്ണമായും കത്തിനശിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയറിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. കോഴിക്കോട് മുക്കത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് ടയറിന് തീപിടിച്ചു. മുക്കം പോലീസ് സ്റ്റേഷന് സമീപമാണ് സംഭവം നടന്നത്. താമരശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസിന്റെ ടയറിനാണ് തീപിടിച്ചത്. പുക ഉയരുന്നത് കണ്ട് ബസ് നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി തീയണച്ചു.